സംസ്ഥാന വിഹിതമല്ല, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ. പിന്നെ നിങ്ങളുടെ റോഡ് സെസ്, കാർഷിക സെസ് നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ. സംസ്ഥാനം ഇപ്പൊ എത്ര ശതമാനം ടാക്സ് ഈ ഇന്ധനത്തിൽ നിന്ന് രണ്ട് റേഷ്യോ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ രണ്ട് റേഷ്യോ ഇത് രണ്ടും നിങ്ങൾക്ക് കുറയ്ക്കാം. ഞങ്ങൾ കുറച്ചോന്നാണ് എന്റെ ചോദ്യം. നമ്മൾ കോൺഗ്രസ് കുറച്ചില്ലല്ലോ ചോദ്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ജിയും ഉയർത്തിപ്പിടിച്ച ത്രിവർണ്ണ പതാക CAA കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾക്കൊന്നും പറയുവാൻ മറുപടി കിട്ടിയില്ല. മുല്ലപ്പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉയർത്തിപ്പിടിച്ച ആ ത്രിവർണ്ണ പതാകയും ഹരിത പതാകയും കീഴ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് മതേതരത്വം സംരക്ഷിക്കാനാണ് നോക്കുന്നത്? വയനാട്ടിൽ മതേതരത്വം ഇല്ല. സംരക്ഷിക്കാൻ നിങ്ങൾക്ക് BJP-യോടാണ് ചോദ്യം. നരേന്ദ്രമോദി ഗ്യാരണ്ടി പറയുന്നു രാജ്യത്തെ ജനങ്ങളോട്. എന്ത് ഗ്യാരണ്ടിയാണ്? മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പാവപ്പെട്ട സ്ത്രീകളെ പൂർണ്ണ നഗ്നതയായി റോഡിലൂടെ കൊലപ്പെടുത്തിയ അതിനെന്ത് ഗ്യാരണ്ടിയാണ് കഴിഞ്ഞ തവണ കൊടി ഉണ്ടായിരുന്നു, ഇത്തവണ കൊടി വേണ്ടെന്ന് വെച്ചത് എന്താണ്? അല്ല, ഞങ്ങൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഭരണഘടനയിൽ 42ാം ഭേദഗതിയിൽ മതേതരത്വം എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടും ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നു. ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉള്ളതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കുന്നു. ശരി, കോൺഗ്രസ് മതേതര പാരമ്പര്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം. മണിപ്പൂരാണ്, മണിപ്പൂര് കൊടി തീർന്നാൽ മതേതരത്വം തീരും സഹോദര. അങ്ങനെ നിങ്ങൾക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ ആദ്യം കൊടി മതേതരത്വം തീരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തീർന്നാൽ മതേതരത്വം തീർന്നു. അല്ല, ഞങ്ങള് ചുവന്ന ചെങ്കൊടിയല്ലേ, പച്ച അരിവാൾ ചിറ്റിയൊന്നും വരയ്ക്കാറില്ല കേട്ടോ. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഞാൻ ചോദിച്ചത് 61 മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ BJP-ക്കെതിരെ പോരാടുന്ന ആളുകൾ എവിടെയെങ്കിലും BJP-ക്കെതിരെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ എവിടെയെങ്കിലും BJP-ക്കെതിരെ ഒരു സ്ഥാനാർത്ഥി